ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. S3 ECയിലെ LCDയുടെ മൊഡ്യൂൾ 1 കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ബൂളിയൻ ആൾജിബ്രയിലെ പ്രൊഡക്റ്റ് ഓഫ് സം എന്ന് പറയുന്ന സെക്ഷനിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. So first question, simplify the expression y is equal to pi m of 0, 1, 4, 5, 6, 8, 9, 12, 13, 14 using K-map and implement the simplified expression using NOR logic. So തന്നിരിക്കുന്ന എക്സ്പ്രഷൻ ആണ് y is equal to pi m of, ഇതൊരു POS എക്സ്പ്രഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. മാക്സ് ടേംസ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം തന്നെ. അത് K-map വെച്ചിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാനും അതേപോലെ നോർ ലോജിക്ക് യൂസ് ചെയ്തിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാനുമാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് 3 സെക്ഷൻസ് ആയിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് K-map ഇംപ്ലിമെന്റേഷൻ, നെക്സ്റ്റ് അതിൻ്റെ റെഡ്യൂസ്ഡ് എക്സ്പ്രഷൻ യൂസിങ് K-map, ഫൈനലി റിയലൈസേഷൻ യൂസിങ് നോർ ഗേറ്റ്സ്. സോ 1 by 1 ആയിട്ട് നമുക്ക് ചെയ്യാം. ഫസ്റ്റ്, ഇത് എത്ര നമ്പേഴ്സ് ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് റെപ്രസെൻറ്റ് ചെയ്യാനുള്ളത്, എത്ര വേരിയബിൾ റെപ്രസെൻറ്റേഷൻ ആണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നാലാണ് ഏത് ടൈപ്പ് ഓഫ് K-map ആണ് നമുക്ക് വേണ്ടതെന്ന് അറിയാൻ പറ്റുള്ളൂ. സോ 0 to 14 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മാക്സിമം 15 നമ്പേഴ്സ് വരെയുള്ളതിന് 4 വേരിയബിൾ K-map ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് 16 സെൽസ് ഉള്ള 4x4 K-map. അപ്പോൾ ഇവിടെ നമുക്കൊരു 4x4 K-map ആദ്യം കൺസ്ട്രക്ട് ചെയ്യണം. ഇതൊരു 4x4 K-map ആണ്. 4 റോസും 4 കോളംസും ഉള്ളൊരു K-map ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ട നമ്പേഴ്സ് ഏതൊക്കെയാണ്? മാക്സ് ടേംസ് 0, 1, 4, 5, 6, 8, 9, 12, 13, 14 ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ വേരിയബിൾസ് 4 വേരിയബിൾസ് എങ്കിലും വേണ്ടി വരും നമുക്ക് 14 വരെ റെപ്രസെൻറ്റ് ചെയ്യാൻ. സോ നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ ABCD എന്ന് പറഞ്ഞിട്ട് അങ്ങ് എഴുതാം. സോ ABCD എന്ന് പറയുന്ന വേരിയബിൾസിനെയാണ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. AB നമുക്ക് ഇവിടെ റോ വൈസ് എഴുതാം, ദെൻ കോളം വൈസ് എഴുതാനായിട്ട് CD, അതിൻ്റെ നൊട്ടേഷൻ 0, 0, 0, 1, 1, 1, 1, 0, ഇവിടെ 0, 0, 0, 1, 1, 1, 1, 0. ഇനി ഇതിൻ്റെ POS ആയിട്ട് എഴുതുമ്പോൾ നമുക്കറിയാം നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ എഴുതുക. ഇപ്പോൾ എവിടെ 0 ഉള്ളത് വെച്ചാൽ അവിടെ നമ്മൾ 1 ആയിട്ടും, ബൈ ഡിഫോൾട്ട് ആയിട്ട് അത് 1 ആയിട്ടും, ദെൻ അതേപോലെ ദാറ്റ് ഈസ് 0 എന്ന് പറയുന്നത് നമ്മൾ A ആയിട്ടും 1 എന്ന് പറയുന്നത് A ബാർ ആയിട്ടും അങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ 0, 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ബാർ AB എന്ന റെപ്രസെൻറ്റേഷൻ ആണ്. 0, 1 എന്ന് പറയുന്നത് AB ബാർ ആണ്. ഇവിടെ A ബാർ B ബാർ ആയിട്ട് വരും, ആൻഡ് ഇവിടെ A ബാർ B ആയിട്ട് വരും. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ CD ബാർ, C ബാർ, D ബാർ, C ബാർ D. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ POS വാല്യൂസ് നമുക്ക് എഴുതാം. 0, 1, 4, 5. സോ ഇവിടെ നിന്ന് 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 and 15. ഓക്കെ, ഇനി ഓരോ നമ്പേഴ്സ് നമുക്ക് എഴുതി നോക്കാം. 0, 1, 4, 5. അപ്പോൾ എവിടെയൊക്കെയാണോ നമുക്ക് ഈ നമ്പേഴ്സ് ഉള്ളത്, മാക്സ് ടേംസ് ഉള്ളത്, അവിടെയെല്ലാം 0 വെച്ചിട്ടാണ് K-map റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. സോ 0, 1, 4, 5. സോ 0, 1, then 4, 5. Next 6, 8, 9, 12. 6, 8, 9, 12, 13 and 14. 13, 14. സോ ഇത്രയും നമ്പേഴ്സ് നമ്മൾ സീറോസ് മാർക്ക് ചെയ്തു. സോ സീറോസ് ഉള്ളിടത്തെല്ലാം നമ്മൾ ഗ്രൂപ്പ് ചെയ്യാൻ നോക്കണം. ഇപ്പം എല്ലാ സെൽസിലും നമുക്ക് സീറോസ് ഉണ്ടെങ്കിൽ 16 ആണ് ആദ്യമേ റൂളിനനുസരിച്ച് പോസിബിൾ ഉള്ളത്. 16 ഇല്ല. നെക്സ്റ്റ് റെഡ്യൂസ്ഡ് കോമ്പിനേഷൻ നോക്കുമ്പോൾ 8 സെൽസ് ഉണ്ടെങ്കിൽ 8നെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എല്ലായിടത്തും സീറോസ് ഉണ്ട്. ദാറ്റ് ഈസ് 8 കോമ്പിനേഷൻസ് അവിടെ പോസിബിൾ ആണ്. സോ ഈ 8 സെൽസിനെ നമുക്ക് ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യാം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്ന നെക്സ്റ്റ് അടുത്ത 8 കോമ്പിനേഷൻ ഒന്നും ഇല്ല. പിന്നെ 4 ഉണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ 2, ഇനി ഒന്നും ഇല്ലെങ്കിൽ മാത്രം 1 ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കി ഇവിടെ 0, 0 ലെഫ്റ്റ് ഔട്ട് ആയിട്ടുണ്ട്. സോ നമുക്ക് ഓവർലാപ്പിംഗ് വന്നാലും കുഴപ്പമില്ല. സോ ഇവിടുത്തെ ഈ 2ഉം ഇവിടുത്തെ ഈ 2ഉം ചേർത്ത് 4 സെൽസിൻ്റെ കോമ്പിനേഷൻ നമുക്ക് ഇവിടെ ചെയ്യാം. സോ ഫസ്റ്റ് കോമ്പിനേഷൻ നമുക്ക് നോക്കാം എന്താണ് വേരിയബിൾ വരുന്നതെന്ന്. ഇത് ഫുൾ നമ്മൾ 2 കോളംസ് എടുത്തിരിക്കുകയാണ്. ഈ 2 കോളംസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ 2 കോളത്തിന് കോമൺ ആയിട്ട് നമുക്ക് വരുന്നത് എന്താണ്? C ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യമേ ഞാനിവിടെ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾസ് POSൽ തന്നെ എഴുതിയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതിൽ കോമൺ വന്നിരിക്കുന്നത് C ആയതുകൊണ്ട്
നമുക്കിവിടെ സി എടുക്കാം. ഇനി നെക്സ്റ്റ് ഗ്രൂപ്പിംഗ് നോക്കാം. സോ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് സി ആണ്. ഇനി ഇത് ഈ രണ്ടെണ്ണം ഗ്രൂപ്പ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഇവിടെ കോമൺ ആയിട്ടുള്ളത് ബി ബാറും ഈ രണ്ടിടത്ത് കോമൺ ആയിട്ടുള്ളത് ഡിയും ആണ്. സോ ബി ബാർ പ്ലസ് ഡി. ഓക്കെ, ബി ബാർ പ്ലസ് ഡി. സോ സി ഇൻറ്റു ബി ബാർ പ്ലസ് ഡി ആണ്. സോ ഒരു പർട്ടിക്കുലർ എക്സ്പ്രഷനിൽ സം വച്ചിട്ടും വേറെ ഒരു എക്സ്പ്രഷനോട് ചേർക്കുമ്പോൾ അത് പ്രൊഡക്റ്റ് ആയിട്ടുമാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ സി ഇൻറ്റു ബി ബാർ പ്ലസ് ഡി ആണ് നമുക്ക് ഇതിൽ നിന്ന് റെഡ്യൂസ്ഡ് ആയിട്ട് കിട്ടുന്ന ബൂളിയൻ എക്സ്പ്രഷൻ. നെക്സ്റ്റ് അത് ഗേറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നോക്കാം. സോ യൂസിങ് നോർ ഓൺലി ഗേറ്റ്സ്. അപ്പോൾ നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ സി ഇൻറ്റു ബി ബാർ പ്ലസ് ഡി ആണ്. എഫ് ഈക്വൽ ടു സി ഇൻറ്റു ബി ബാർ പ്ലസ് ഡി. ഇനി ഇതിനെ നമുക്ക് നോർ വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? ഇതിൻ്റെ ഡിമോർഗാൻസ് ലോ അപ്ലൈ ചെയ്യണം. സോ ഡിമോർഗാൻസിൽ എഴുതാൻ വേണ്ടിയിട്ട് ദാറ്റ് ഇസ് ഈക്വലൻ ടു ഡബിൾ കോംപ്ലിമെന്റ്. ഓക്കെ, സോ ഡബിൾ കോംപ്ലിമെന്റ് നമ്മൾ ഇട്ടു. ഇനി ഫസ്റ്റ് കോംപ്ലിമെന്റ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. മേലെയുള്ള കോംപ്ലിമെന്റ് അങ്ങനെ തന്നെ എഴുതി ഇന്നർ ആയിട്ടുള്ള കോംപ്ലിമെന്റ് നമ്മൾ ബൂളിയൻ എക്സ്പ്രഷനിൽ ഡിമോർഗാൻസിൽ അപ്ലൈ ചെയ്യുകയാണ്. സോ സി ഇൻറ്റു ബി ബാർ പ്ലസ് ഡി ബാർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ദാറ്റ് ഇസ് ഈക്വലൻ ടു സി ബാർ. ഇതിനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. സി ബാർ ഇവിടെ ഇൻറ്റു ഉള്ളത് നമ്മൾ പ്ലസ് ആക്കി, ബി ബാർ പ്ലസ് ഡി അങ്ങനെ തന്നെ എഴുതി, ദ ഹോൾ ബാർ. ഓക്കെ, ഇനി സി ബാർ എന്ന് പറയുന്ന പോർഷൻ ഉണ്ട് പ്ലസ് ബി ബാർ പ്ലസ് ഡി ദ ഹോൾ ബാർ. ഇനി ഒരു സ്റ്റേറ്റിൽ നമ്മൾ നോക്കി നമുക്ക് നോർ വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ലേ? ഇത് ഇവിടെയും ഒരു ബാർ ഉണ്ട്, ഇവിടെയും നോർ ഗേറ്റ് വെച്ചിരിക്കാം, ടോട്ടലായിട്ടും നോർ ഗേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യാം. സോ ഏതൊരു സ്റ്റേജിലാണോ നോർ വെച്ച് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത് അവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഫർദർ വീണ്ടും ഡിമോർഗൻ അപ്ലൈ ചെയ്യണം നിർബന്ധമില്ല. ഓക്കെ, സോ ഇവിടെ ഓൾറെഡി നമുക്ക് നോർ വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഫോമിലാണ്. ഇപ്പോൾ റെഡ്യൂസ് ചെയ്താലും മൂന്ന് ഡിഫറെന്റ് വേരിയബിൾസ് ആണ്, റെഡ്യൂസ്ഡ് ആവില്ല. സോ നമുക്ക് ഇതാണ് ഫൈനൽ എക്സ്പ്രഷൻ. ദാറ്റ് ഇസ് സി ബാർ പ്ലസ് റീറൈറ്റ് ചെയ്തിരിക്കുകയാണിത്. സി ബാർ പ്ലസ് ബി ബാർ പ്ലസ് ഡി ബാർ ദ ഹോൾ ബാർ. ഓക്കെ, ഇനി ഇത് നമുക്ക് നോർ ഗേറ്റ്സ് വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. സോ ഹിയർ വി ആർ ഇംപ്ലിമെന്റിങ് ഇറ്റ് യൂസിങ് നോർ ഗേറ്റ്സ്. സോ ഫസ്റ്റ് സി ബാർ ആണുള്ളത്. സോ സി എന്ന് പറയുന്ന ഇൻപുട്ടിന് നമുക്ക് നോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ഇൻപുട്സ് കൂടി ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വലൻ ടു എ നോർ ഗേറ്റ്. നോട്ട് ഗേറ്റ് പോലെ തന്നെയാണ് നോറും നാൻഡും. ഇതുപോലെ ഇൻപുട്സ് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ ഇൻപുട്ട് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ദിസ് ഇസ് സി ബാർ. സോ സി ബാർ എടുത്തു പ്ലസ് ബി ബാർ പ്ലസ് ഡി ദ ഹോൾ ബാർ. ബി ബാർ എന്ന് പറയുന്നത് ബി ഇതേപോലെ തന്നെ രണ്ട് ഇൻപുട്സ് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് ബി ബാർ ആണ്. ബി ബാർ പ്ലസ് ഡി ദ ഹോൾ ബാർ എന്ന് പറഞ്ഞാൽ ബി ബാറും ഡിയും നോർ ചെയ്യാന്നാണ്. ബി ബാർ ഉണ്ട്, ഇവിടെ ഡി ഉണ്ട്. ബി ബാറിനെയും ഡിനെ നമുക്ക് നോർ ചെയ്ത് കഴിഞ്ഞാൽ ബി ബാർ പ്ലസ് ഡി ദ ഹോൾ ബാർ കിട്ടി. ഇനി ഇത് ടോട്ടൽ നോർ ഗേറ്റിലേക്ക് അപ്ലൈ ചെയ്യാണ്. സോ സി ബാർ ഓൾറെഡി ഇവിടെ ഉണ്ട്, ബി ബാർ പ്ലസ് ഡി ദ ഹോൾ ബാർ ഉണ്ട്. രണ്ടിനെയും കൂടി നമ്മൾ ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫംഗ്ഷൻ എഫ് ഈക്വൽ ടു സി ബാർ പ്ലസ് ബി ബാർ പ്ലസ് ഡി ബാർ ദ ഹോൾ ബാർ. ഓക്കെ, ഇതാണ് നമുക്കിവിടെ ഇംപ്ലിമെന്റേഷൻ കിട്ടുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്യാൻ നേരം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്ത് നോക്കിയിട്ട് ഫൈനലി ഗേറ്റ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നേരം ഓരോ സ്റ്റേജ് ആയിട്ടിട്ട് നോർ ഗേറ്റിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. സോ ഈ സെക്ഷൻ കഴിഞ്ഞു. ഇമ്പോർട്ടൻറ്റ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത സെഷനിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് വൺസ്.